ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പനിക്കൂർക്ക ഇല കൊണ്ട് സിമ്പിളായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് പനിക്കൂർക്ക ഇലയാണേ. നമുക്കിതായി പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ വേണ്ടത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കുറച്ചൊന്ന് ലൂസായിട്ട് ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പനിക്കൂർക്ക ഇലയില്ലേ, അതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം നമ്മുടെ ഈ മാവിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതായി ഇട്ട് കൊടുക്കണ സമയത്ത് നമ്മുടെ ഈ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് കുറച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാവേ. ഇനി ഇത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം തന്നെ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. പനിക്കൂർക്കയൊക്കെ കഴിക്കണതും ഒത്തിരി നല്ലതല്ലേ. ഇതുവരെ ഇതുപോലെ പനിക്കൂർക്കയൊക്കെ വെച്ചിട്ട് സ്നാക്സൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്